ട്രംപിന് മുന്നിൽ മോദിക്ക് മുട്ടുവിറക്കുമെന്ന് വി.ഡി. സതീശൻ. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. 4 പതിറ്റാണ്ട് കാലം വെള്ളൂരിന്റെ കലാസാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വെള്ളൂർ പ്രിയദർശിനി കലാവേദി 1/2 കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. കെട്ടിടത്തിന് മുന്നിൽ സ്ഥാപിച്ച ഇന്ദിരാഗാന്ധി സ്തൂപത്തിന്റെ അനാച്ഛാദന കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പിയും ലൈബ്രറിയുടെ ഉദ്ഘാടനം ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും നിർവഹിച്ചു. കെട്ടിടത്തിനകത്ത് ചിത്രകാരൻ രവീന്ദ്രൻ പുറക്കുന്ന് തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ഫോട്ടോകളുടെയും അനാച്ഛാദന കർമ്മവും നടന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. ജവഹർലാലിനെ സ്നേഹിച്ച ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ സ്വന്തം കുടുംബത്തിലെ മകളായിട്ടാണ് പ്രിയദർശിനിയെ സ്വീകരിച്ചത്. ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാലിൻ്റെ പുസ്തകം വായിച്ച് ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അസൂയുണ്ടായ ആളാണ്. കാരണം ജയിലിൽ നിന്ന് നെഹ്റു മകൾക്ക് അയച്ച കത്തുകൾ നമ്മുടെ കുട്ടികൾ വായിക്കണം. നൈനിറ്റാളിലെ ജയിലിൽ കിടന്ന് അദ്ദേഹം തൻ്റെ കിളിവാതിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഹിമവാന്റെ മനോഹരമായ ദൃശ്യങ്ങൾ, ഋതുഭേദങ്ങൾ മാറി മറയുന്നത്, ശിശിരവും വേനലും എല്ലാം വന്നു പോകുന്നത്, കായ്കൾ വരുന്നതും പുഷ്പിക്കുന്നതും അത് പിന്നെ കൊഴിയുന്നതും, ഇലകൾ കൊഴിയുന്നതും, പ്രകൃതിയുടെ രൂപഭാവങ്ങൾ കവിത എഴുതുന്നത് പോലെയാണ് ജവഹർലാൽ എഴുതി വച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ജയിൽ മുറിക്കകത്ത് തന്നെ കാണാൻ വരുന്ന ഒരു അണ്ണാൻകുഞ്ഞിനെ കുറിച്ച്, കിട്ടുന്ന ഭക്ഷണത്തിന്റെ പാതി ഭക്ഷണം ആ അണ്ണാൻകുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുന്ന ജവഹർലാൽ മകളോട് അതെല്ലാം രസകരമായി പറയുന്ന ഒരു പിതാവിന്റെ കാവ്യാത്മകമായ രചന. അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്നിപ്പോ നമുക്കറിയാം, അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമറച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി. എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് തിരിച്ചു പറയാൻ അറിയാത്ത ഒരാൾ. ഇന്ത്യ-US കരാർ ട്രംപാണ് തീരുമാനമെടുത്തത്. അതിന്റെ വിശദാംശങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിന് അറിയില്ല. രണ്ടുപേര് തമ്മിൽ കരാറുണ്ടാക്കിയ രണ്ടുപേരും കരാറിന്റെ വിശദാംശങ്ങൾ അറിയണ്ടേ? ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതി കരാർ. 2 രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കുമ്പോൾ 2 രാജ്യവും വിശദമായി സംസാരിച്ച്, ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ച്, നിയമപരമായ പരിശോധന നടത്തി 2 രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ സമ്മതിക്കുമ്പോഴല്ലേ എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. ഇത് ഏകപക്ഷീയമായ ഒരു എഗ്രിമെന്റ് രാജ്യത്തിന്റെ മീതെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഇന്ദിരാജിയുടെ ശില്പ നിർമ്മാതാവായ ചിത്രം കുഞ്ഞിമംഗലത്തെയും കലാവേദി പഴയ കാല പ്രവർത്തകരെയും പയ്യന്നൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട UDF കൗൺസിലർമാരെയും വേദിയിൽ വെച്ച് ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AP നാരായണൻ, MK രാജൻ, VC നാരായണൻ, K ജയരാജ്, EP ശ്യാമള, KT ഹരീഷ്, KK ഫൽഗുനൻ, AK ദാമോദരൻ, KK രഘുനാഥൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രിയദർശിനി കലാവേദി പ്രവർത്തകർ അവതരിപ്പിച്ച കലാവിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക. കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.